ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഫ്രൈഡ് ഷവർമ പൊറോട്ടയാണ്. ഭയങ്കര ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ ഒരു റെസിപ്പി ഞാൻ കഴിച്ചത് വയനാട് ഒരു ഹോട്ടലിൽ പോയിട്ടാകുമ്പോൾ സ്നാക്സ് ആയിട്ട് അവിടെ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ വന്നിട്ട് വീട്ടിലുണ്ടാക്കി. ഭയങ്കര ടേസ്റ്റാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ബോൺലെസ് ചിക്കൻ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അറബിക് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വിനേഗർ, 4 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തൈരിലും ഇത്രയും അധികം ചേർത്തതുകൊണ്ട് തന്നെ ഈ ചിക്കൻ നല്ല പോലെ ജ്യൂസിയും ടേസ്റ്റിയുമായിട്ട് കിട്ടും. ഞാനിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അത്രയും വെച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. 12 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള ടൈം. അതിനിടയിൽ 1-2 പ്രാവശ്യം നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഇവിടെ നന്നായിട്ട് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി മിഡിൽ ഭാഗത്തൊരു കിണ്ണം വെച്ചു കൊടുത്ത് ഇതിലേക്ക് ചിരട്ടക്കനലോ ചാർക്കോളോ കത്തിച്ച് വെച്ചു കൊടുക്കണം. എന്നിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇത് മൂടി വെക്കണം. ഇതിൻ്റെ സ്മോക്ക് ഉണ്ടല്ലോ, പുറത്തൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കേണ്ടത്. ഇനി 5 മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ വെക്കാം. 5 മിനിറ്റിന് ശേഷം കനലെടുത്ത് മാറ്റാം. വേറൊരു പാത്രം ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും അല്പം എണ്ണയിൽ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ക്യാരറ്റ് ഉണ്ടല്ലോ നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ക്യാബേജിൻ്റെ 1/4 ഭാഗം വളരെ തിന്നായിട്ട് അരിഞ്ഞതും 1 സവാള വളരെ തിന്നായി അരിഞ്ഞതും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ സമയം വഴറ്റിയെടുക്കണ്ട. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണുള്ളത്. പിന്നെ 1 ക്യാപ്സിക്കം, 1 തക്കാളിയുടെ അകത്തുള്ള പൾപ്പെല്ലാം കളഞ്ഞ് അതും കൂടി ചേർത്ത് വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നല്ല പോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിന് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ വിനേഗറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മയോണൈസ് സോസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള മയോണൈസാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനേഗറും ചേർത്ത് കൊടുത്തു. ഹോട്ട് സ്വീറ്റ് സോസ് വാങ്ങാൻ കിട്ടും. ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ടൊമാറ്റോയുടെ കെച്ചപ്പ് ഉണ്ടല്ലോ, 1 സാഷെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനേഗർ, ഒരു 1/2 ടീസ്പൂൺ തന്നെ വേണ്ട, അത്രയും വിനേഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഹോട്ട് സോസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ തക്കാളിയുടെ സോസും അതിലേക്ക് ഇച്ചിരി എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്ത് മിക്സാക്കിയാൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമുക്ക് മയോണൈസ് സോസ് ഉണ്ടല്ലോ അതും റെഡിയായി. ഈ സമയം ഇവിടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കണം. പിന്നെ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇവിടെ മസാലയും റെഡിയായി. ഇനി വേണ്ടത് പൊറോട്ടയാണ്. പൊറോട്ട കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ക്രിസ്പിയാണ്. പൊറോട്ട എടുത്തതിന് ശേഷം ഈ രീതിയിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്താണ് മസാല വെക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇത്രയും ഭാഗമാണ് മസാല വേണ്ടത്.
അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ആവശ്യത്തിന് മസാല വെച്ച് കൊടുക്കണം. മസാലയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. 2 സ്പൂണോ 3 സ്പൂണോ എത്ര വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. വളരെ സൈഡിലേക്ക് ആവണ്ട, അവിടെ ഒട്ടിക്കാനുള്ള ഭാഗമാണ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കിയെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനിയൊരു മടക്കും കൂടി ഇങ്ങനെ മടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ മസാല വെച്ചല്ലോ അതേ സൈഡിലായിട്ട് ഇതിന് തൊട്ട് മീതിയും വെച്ച് കൊടുക്കണം. കാരണം ഇത് ലെയറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ഭാഗം മാത്രം മസാല വെച്ചാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിലും മസാല വെച്ചു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കട്ടിക്ക് മൈദ കലക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ കലക്കിയെടുക്കണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടില്ല. ഇനി വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെ സൈഡിലെല്ലാം ഈ ഗമ്മ് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ മൈദ കലക്കുമ്പോൾ ലൂസായി പോകണ്ട, നല്ല കട്ടിക്ക് കലക്കിയിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇനി പൊറോട്ടയുടെ വായ് തുറന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ 4 ഭാഗം കിട്ടും. ആ 4 സൈഡിലും നന്നായിട്ട് തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അകത്തേക്കെല്ലാം ഓയിൽ കയറും. അപ്പോൾ കുറേ ഓയിലൊക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഗൈസ്, ഞാനിവിടെ എല്ലാം നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ അകത്തോട്ട് ഓയിലൊന്നും കയറാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈഡ് ഷവർമ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാം ഇതേപോലെ തന്നെ ആദ്യം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ വെറും 3 മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 7 8 പൊറോട്ടയ്ക്ക് ആവശ്യമുള്ള ഫില്ലിങ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്കിവിടെ 3 മതി. അപ്പോൾ 3 റെഡിയാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് മുക്കി പൊരിക്കാൻ ആവശ്യത്തിന് എണ്ണ വേണം. പിന്നെ എണ്ണ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭയങ്കരമായിട്ട് ചൂടായാലുണ്ടല്ലോ ഇടുന്ന സമയത്ത് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ചൂടിലിട്ട് നമുക്കിത് 2 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലിടുന്ന സമയത്ത് മീഡിയം ചൂടും, ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലും ആക്കണം. അപ്പോൾ ചെറിയ തീ മതി, വലിയ തീയൊന്നും വേണ്ട. കുറച്ച് ടൈം എടുത്തിട്ട് നല്ലപോലെ ക്രിസ്പി ആക്കിയിട്ട് ഇത് പൊരിച്ചെടുത്താലുണ്ടല്ലോ 3 4 മണിക്കൂർ ഇതേപോലെ തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കുറച്ച് മുമ്പേ ഉണ്ടാക്കി വെച്ചാലും ആ സമയം വരെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ പൊറോട്ട ഷവർമ. എപ്പോഴും ഒരേ റെസിപ്പി കഴിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിടിലൻ ഐറ്റമാണ് ഈ ഐറ്റം. പൊതുവേ മക്കൾക്കെല്ലാം പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്, ഷവർമയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടിയ കോമ്പിനേഷൻ ആകുമ്പോൾ ഉണ്ടല്ലോ ഡബിൾ ഇഷ്ടമാവും മക്കൾക്ക്. തീർച്ചയായിട്ടും നോമ്പ് നോക്കിയ എല്ലാ മക്കൾക്കും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എനിക്ക് അറിയിക്കണം. ഞാൻ വയനാട്ടിൽ നിന്നും കഴിച്ച ഷവർമ പൊറോട്ട ഉണ്ടല്ലോ, അതിൻ്റെ ഫില്ലിങ് ഈ ടേസ്റ്റ് അല്ലായിരുന്നു, സാധാരണ ഒരു മസാലയായിരുന്നു. പക്ഷെ ഞാൻ അതിനെ ഷവർമാൻ്റെ ടേസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഇതാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേ? പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യാം. ഇനി പൊറോട്ട നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കുബൂസ് വെച്ചിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കാം. പൊറോട്ട ആകുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.